ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. യേശു മാനവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മാനവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. താനും അഭിന്നമായി പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ. താനും അഭിന്നമായി പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. വിശുദ്ധിയോടെ ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും എന്നും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും എന്നും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. കടുകടയുയർത്തും വിശുദ്ധരെല്ലാം ദാഹനാദം കേൾക്കുമ്പോൾ. കടുകടയുയർത്തും വിശുദ്ധരെല്ലാം ദാഹനാദം കേൾക്കുമ്പോൾ. പാടി പതിരും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാടി പതിരും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ പ്രിയ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിളതിൽ കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാനചിന്തയിലേക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പാപമില്ലായ്മ എന്ന മാതൃക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകൾ നാം പിന്തുടരേണ്ട കാൽച്ചുവടുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേത് മാത്രമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവജനത്തിന് ധൈര്യമായി അതിലേറെ വിശ്വാസത്തോടെ പിന്തുടരുവാൻ പറ്റുന്ന കാൽച്ചുവടുകൾ ക്രിസ്തുയേശുവിൻ്റേത് മാത്രമാണ്. നാം പിൻപറ്റേണ്ട, നാം പിന്തുടരേണ്ട ഒരേ ഒരു കാൽച്ചുവട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകലത്തിൻ്റെ മേലും ജയം കൈവരിച്ചവനായ നമ്മുടെ മാതൃകാ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേത് മാത്രം. കഴിഞ്ഞ ദിവസം ഇതേ കുറുവാക്യത്തിൽ നിന്ന് തന്നെ നാം ധ്യാനിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ താൻ സഹിച്ചതും അതിനോട് എങ്ങനെ കർത്താവ് പ്രതികരിച്ചു എന്നതുമായിരുന്നു ആ വിഷയം. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുമ്പോൾ അത് നാം പിന്തുടരേണ്ട മാതൃക, യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങളോടുള്ള പ്രതികരണം എപ്രകാരമായിരുന്നോ അതുപോലെ തന്നെ വിളിക്കപ്പെട്ട ദൈവമക്കളും അത് പിന്തുടരുവാൻ ഇടയാകണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പാതയിലെ
7 വിധത്തിലുള്ള മാതൃകകൾ നാം പിന്തുടരണമെന്നാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ കൂടി ദൈവസഭയെ ഉപദേശിക്കുന്നു. അതിലൊന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നാം അതിലെ 2ാമത്തെ മാതൃകയെ ചിന്തിക്കുകയാണ്. അത് തൻ്റെ പാപമില്ലായ്മയാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എടുത്തു പറയുന്ന, വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവൻ പാപം ചെയ്തിട്ടില്ല എന്ന പരമസത്യം. പ്രിയരെ, മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപത്തിലാണ് മനുഷ്യൻ പിറക്കുന്നത് തന്നെ. പാപത്തിൽ അവൻ വളരുന്നു, പാപത്തിൽ അവൻ ജീവിക്കുന്നു, പാപത്തിൽ അവൻ മരിക്കുന്നു. അവൻ ജനനവും വളർച്ചയും ജീവിത നിലവാരവും മരണവും എല്ലാം പാപത്തിൽ തന്നെ. എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനിൽ പാപമില്ലായിരുന്നു. അവൻ്റെ ജനനത്തിൽ പാപമില്ലായിരുന്നു, അവൻ്റെ വളർച്ചയിൽ പാപമില്ലായിരുന്നു, അവൻ്റെ ജീവിതത്തിൽ, ജീവിത നിലവാരത്തിൽ പാപമില്ലായിരുന്നു, അവൻ്റെ ശുശ്രൂഷയിൽ പാപമില്ലായിരുന്നു. എന്നാൽ അവൻ്റെ മരണത്തിൽ ഒരു പാപിയെപ്പോലെ കർത്താവ് മരിച്ചു. മനുഷ്യന്റെ പാപം മുഴുവൻ അവൻ സ്വയം ഏറ്റെടുത്തു. പാപിക്ക് രക്ഷ നൽകിക്കൊടുക്കുവാൻ വേണ്ടി പാപത്തിന്റെ ശിക്ഷയായ മരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. അവൻ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും വീണ്ടെടുക്കപ്പെട്ട, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി ജീവിക്കുന്നു. അവന്റെ ക്രൂശ് മരണം വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന മനുഷ്യന് അവൻ രക്ഷ പ്രദാനം ചെയ്യുന്നു. അവന്റെ പാപം പോക്കി തൻ്റെ രക്തത്താൽ അവനെ ശുദ്ധീകരിച്ച് അവനെ നീതിമാനാക്കുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ താൻ പിന്തുടരേണ്ട കാഴ്ചപ്പാടുകൾ, താൻ പിന്തുടരേണ്ട മാതൃക യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകളാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പാപമില്ലായ്മ എന്ന മാതൃകയാണ്. കഷ്ടത എന്ന കഠിന ശോധനയിൽ യേശു കർത്താവ് കാട്ടിയ മാതൃക പിന്തുടരുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരേണ്ട മാതൃക പാപമില്ലായ്മ എന്ന മാതൃകയായിരിക്കണം. വീണ്ടും ജനിക്കപ്പെട്ട് ദൈവപൈതലാക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ രക്തത്താൽ മോചിച്ചു തന്ന പാപങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ആരാധിക്കുകയും തന്നെ നീതീകരിച്ച വിശുദ്ധന്റെ പദവിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്തും ജീവിക്കുകയും തൻ്റെ ജീവിതത്തിൽ തുടർന്ന് പാപത്തിന്റെ കറുപ്പ് ഉരളാതെ താൻ സൂക്ഷിക്കുകയും വേണം. പ്രിയരെ, പാപമില്ലായ്മയായിരിക്കണം ഒരു വിശുദ്ധന്റെ ജീവിതത്തിന്റെ പ്രാഗൽഭ്യം. പണ്ട് നമ്മുടെ പദവി പാപി എന്നതായിരുന്നുവെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പാപിയുടെ ഇന്നത്തെ പദവി വിശുദ്ധൻ എന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനുവേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന 2ാമത്തെ മാതൃകാ ജീവിതത്തിന്റെ നിലവാരം പാപമില്ലായ്മയുടെ ജീവിത നിലവാരമാണ്. ക്രിസ്തുവേശുവിൽ പാപമില്ലാതിരുന്നത് പോലെ തൻ്റെ മക്കളിലും പാപമുണ്ടായിരിക്കുവാൻ പാടില്ല എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ഒരു മാതൃകാ ജീവിതത്തിനു വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനെ സ്വർഗം വിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. താങ്കൾ ഒരു പാപിയാണോ, താങ്കൾ ഒരു വിശുദ്ധനാണോ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ വചന കേൾവിയിലൊന്ന് ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തുക. പാപമില്ലായ്മ ജീവിതത്തിൽ മാതൃകയാക്കി ദൈവപുത്രന്റെ മാതൃക തന്നെ പിന്തുടരുക. ദൈവനാമത്തിന് ദുഷി വരുത്താത്ത ഒരു ജീവിത നിലവാരം, ദൈവനാമത്തിന് ഒരിക്കലും ദുഷി വരുത്താത്ത ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായിരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യവും ആഗ്രഹവുമായിരിക്കണം. അനേക പാപികളെ രക്ഷകനിലേക്ക് ആകർഷിക്കുന്ന ഒരു സാക്ഷ്യ ജീവിതം നയിക്കുന്ന ഒരു നീതിമാനായി, ഒരു വിശുദ്ധനായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അത് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.
അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആ സഹായം ഏറ്റെടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ എന്നോടുകൂടി ചേർന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ലൊരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനം തന്നു. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ, ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചു തന്ന പാപമില്ലായ്മ എന്ന മാതൃകയും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയെടുത്ത് അനുഭവിക്കുവാൻ, അനേകരെ അപ്രകാരം ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ എല്ലാവരുടെ മേലെ നിറച്ചു കൊടുത്ത് അനുഗ്രഹിച്ചാട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്നു. ഇന്ന് പകൽ ചില മറുപടികളും വിടുതലുകളും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണം. അതിന് മഹത്വം കർത്താവിന് ഉയർത്തുവാൻ അവരെ ഞങ്ങളെ ഒരുമിച്ച് പ്രാപ്തരാകണം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കാണും നാം അന്നാളിൽ പ്രിയ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. താനും അഭിന്നമായി പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ. താനും അഭിന്നമായി പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവീരറിൽ കാണും നാം നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവീരറിൽ കാണും നാം നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ, വിശുദ്ധിയോടെ ോഗദുഃഖങ്ങളും മരണമതും എന്നും നീ ഭയപ്പെടാതെ. ോഗദുഃഖങ്ങളും മരണമതും എന്നും നീ ഭയപ്പെടാതെ. മണ്ണോട് ചേർന്നാലും ഭാവിക്കും. ദേഹം മണ്ണോട് ചേർന്നാലും ഭാവിക്കും. അടുത്തടയുയർത്തും വിശുദ്ധരെല്ലാം സഹനാദം കേൾക്കുമ്പോ. അടുത്തടയുയർത്തും വിശുദ്ധരെല്ലാം സഹനാദം കേൾക്കുമ്പോ. പാടി പതിരും നാമങ്ങളിൽ രൂപാന്തരം പ്രാപിക്കും. പാടി പതിരും നാമങ്ങളിൽ രൂപാന്തരം പ്രാപിക്കും.